ലോക്സഭാ സീറ്റുകൾ പുനർനിർണ്ണയിക്കാൻ അല്ലെങ്കിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇനി മണ്ഡല പുനർനിർണ്ണയം നടക്കുന്നു. അതിനുവേണ്ടിയിട്ട് സെൻസസ് നടത്താൻ പോകുന്നു. ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കങ്ങൾ. അങ്ങനെയാണെങ്കിൽ സീറ്റ് കൂടിയാൽ പിന്നീട് ഈ BJP സർക്കാരിനെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ മറ്റു പാർട്ടികൾക്ക് സാധിക്കും. അത് വലിയ ചോദ്യമാണ്. കാരണം ഞാൻ ഇന്നലെ സിദ്ധരാമയ്യ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ട്. ഇപ്പോൾ 2026 മണ്ഡല പുനർനിർണ്ണയം ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരും. കമ്മീഷൻ വന്നിട്ട് ജനസംഖ്യ ആനുപാതികമായിട്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ഇത്ര ജനങ്ങൾക്ക് 10 ലക്ഷം പേർക്ക് ഒരു MP എന്നതൊക്കെയാണ് കണക്ക്. അതും മാറ്റിയിട്ട് അതനുസരിച്ച് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കും. അപ്പോൾ ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ മണ്ഡലം കൂടും, ചിലയിടത്ത് മണ്ഡലങ്ങൾ കുറയും. അങ്ങനെ സംഭവിക്കാം. ജനസംഖ്യ കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അല്ലാത്തടത്ത് ജനസംഖ്യ കുറഞ്ഞെടുത്ത് വലിയ വർധനവില്ലാത്തടത്ത് എണ്ണ കുറയും. അങ്ങനെ വരുമ്പോൾ എത്ര സീറ്റുകൾ പാർലമെൻറ്റിൽ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇപ്പോൾ 543 സീറ്റുകളാണ്. അതിൽ ചിലരൊക്കെ പറയുന്നു 846 സീറ്റുകൾ വരെയായിട്ട് ഇന്ത്യയിലെ പാർലമെൻറ്റ് സീറ്റുകൾ മാറും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ NDTVയുടെ ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് വന്നിരിക്കുന്ന ഞാൻ ഈ സിദ്ധരാമയ്യയുടെ പ്രസ്താവന അത് ഞാൻ പറഞ്ഞില്ല, അത് പറയാം. ആ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ NDTVയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഞാൻ നോക്കി. NDTV അവരുടെ സൈറ്റിൽ പറയുന്നത് 753 സീറ്റുകളായി നമ്മുടെ പാർലമെൻറ്റ് ലോകസഭാ സീറ്റുകൾ മാറാൻ പോവാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഏതാണ്ട് 888 ഇരിപ്പിടങ്ങളുണ്ട്. അതാണ് 846, 888 എന്ന കണക്ക് പറയുന്നത്. 846 പിന്നെ നോമിനേറ്റഡ് അംഗങ്ങളും ഒക്കെ വരുമ്പോൾ 888 വരെ ആകുമെന്ന് പറയാൻ കാരണം 888 മറ്റോ ആണ് പുതിയ പാർലമെൻറ്റിലെ സീറ്റുകൾ. അപ്പോൾ ഏതായാലും സിദ്ധരാമയ്യ ഇന്നലെ പറഞ്ഞത് ഇനി എന്തൊക്കെയാണെങ്കിലും പാർലമെൻറ്റ് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുമ്പോൾ 1971 സെൻസസ് പ്രകാരം വേണം ചെയ്യാൻ. 71 കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞ് എത്ര സെൻസസ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഈ സെൻസസ് അപ്പം ജനസംഖ്യ ആനുപാതികമായിട്ട് വേണം പാർലമെൻറ്റ് സീറ്റുകൾ ഉണ്ടാകാൻ. കാരണം 10 ലക്ഷം പേർക്ക് ഒരു MP എന്നുള്ള കണക്ക് പാലിക്കപ്പെടണം. അത് ഭരണഘടനാ വ്യവസ്ഥയാണ്. അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് സിദ്ധരാമയ്യ പറയുന്നത് അതൊന്നും പറ്റത്തില്ല, 71 കണക്ക് വെച്ച് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി വേണ്ടി വന്നാൽ ഭരണഘടന വരെ ഭേദഗതി ചെയ്യണമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. സിദ്ധരാമയ്യ എന്നിട്ടൊരു കണക്ക് പറഞ്ഞു. ഇപ്പോൾ ഈ പുതിയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പൂർത്തിയാകാൻ പോകുന്നതും ഒക്കെ ആയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിച്ചാൽ കർണാടകയ്ക്ക് ഇപ്പോൾ ഉള്ള 28 സീറ്റുകൾ 26 കുറയും. ആന്ധ്രാപ്രദേശിന് 25 സീറ്റുകളുള്ളത് 25 സീറ്റുകളുള്ളത് 20 കുറയും. കേരളത്തിന് 20 സീറ്റുകളുള്ളത് 12 കുറയും. തമിഴ്നാടിന് 39 സീറ്റുള്ളത് 31 കുറയും എന്നൊരു കണക്ക് സിദ്ധരാമയ്യ പറഞ്ഞു. ആ കണക്ക് സംബന്ധിച്ച് ഞാൻ വളരെ കാര്യമായൊരു പരിശോധന നടത്തി. ആ കണക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. സിദ്ധരാമയ്യ ഈ പറയുന്ന കണക്ക് അദ്ദേഹത്തിന് ഈ ഡാറ്റ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് പൊട്ടത്തെറ്റാണ്. അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ എന്തോ വലിയ കുഴപ്പമുണ്ട്. ദക്ഷിണേന്ത്യക്ക് സീറ്റുകൾ വല്ലാതെ കുറയ്ക്കാൻ BJP സർക്കാർ അല്ലെങ്കിൽ BJP ഒരു തന്ത്രമുണ്ടാക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം വ്യാജമായി ചമച്ചുണ്ടാക്കിയ കണക്കാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പറയുന്നുണ്ട്, BJPയോട് സഹകരിക്കാത്ത BJPയെ അടുപ്പിക്കാത്ത സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് അവിടെ പരമാവധി സീറ്റ് കുറയ്ക്കുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റുന്ന ഒരു കണക്കാണ് പുള്ളി അവതരിപ്പിച്ചത്. ഏതായാലും ഞാനിപ്പോൾ NDTVയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പരിശോധിച്ചു ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് പുതിയ ഡീലിമിറ്റേഷൻ വരുമ്പോൾ സീറ്റുകൾ എങ്ങനെയാവുന്നുള്ളത്. കർണാടകയിൽ 28 സീറ്റുള്ളത് 36 മാറും, കൂടും, 8 സീറ്റ് കൂടും. അതുപോലെ ആന്ധ്രയിലെ 25 സീറ്റുകൾ 28 കൂടും. കേരളത്തിൽ പക്ഷേ 20 സീറ്റുള്ളത് 1 കുറഞ്ഞ് 19 ആവും. അത് ശരി, കേരളത്തിൽ മാത്രമാണ് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ 39 സീറ്റ് 41 മാറും. തെലങ്കാനയിലെ 17 20 മാറും. ഇങ്ങനെയാണ് കണക്ക് വരുന്നത് NDTVയുടെ റിപ്പോർട്ടിലുള്ള കണക്ക്. അപ്പോൾ ആധികാരികമായ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് NDTV പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് കയ്യിലിരിക്കുമ്പോഴാണ് സിദ്ധരാമയ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം സീറ്റ് കുറയാൻ പോവുകയാണ്, അതുകൊണ്ട് 71 സെൻസസ് വേണം എടുക്കാൻ എന്ന് പറയുന്നത്. 71 സെൻസസ് എന്ന് പറയുമ്പോൾ 71 സെൻസസ് എടുക്കാനാണെങ്കിൽ പിന്നെ സെൻസസ് ഇന്ത്യയിൽ നടത്തേണ്ട കാര്യമില്ല. പിന്നെ 2-3 തവണ കൂടുതൽ നടത്തി. അതെ. ഇപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ NDTVയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ സിദ്ധരാമയ്യ ഉൾപ്പെടെ പ്രതിപക്ഷത്തിനും സിനു ആദ്യം പറഞ്ഞ പോലെയുള്ള ഒരാശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇനി ഇതനുസരിച്ച് സീറ്റുകൾ കൂടാൻ പോകുന്ന കണക്ക് പറയാം. ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ഉത്തർപ്രദേശിലാണ്. അവിടെ 80 സീറ്റുണ്ട്.
അത് 128 സീറ്റായിട്ട് കൂടും. നിലവിലെ 80 സീറ്റ് 128 കാരണം 24 കോടിയോളം ജനസംഖ്യ ഇപ്പോൾ തന്നെയുണ്ട്. അടുത്ത സെൻസസ് എടുക്കുമ്പോൾ ചിലപ്പോൾ 28 ആവാം. അപ്പോൾ അതനുസരിച്ച് സീറ്റുകൾ കൂടും. ബീഹാറിൽ 40 സീറ്റുള്ളത് 70 സീറ്റായിട്ട് കൂടും. മധ്യപ്രദേശിലെ 29 സീറ്റുകൾ 47 മാറും. മഹാരാഷ്ട്രയിലെ 48 സീറ്റുകൾ 68 മാറും. രാജസ്ഥാനിലെ 25 സീറ്റുകൾ 44 മാറുമെന്നാണ് കണക്ക്. ഞാൻ വലിയ സംസ്ഥാനങ്ങളുടെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ UP, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഇത്രയും സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ചിലയിടത്തൊക്കെ 50%, രാജസ്ഥാനിൽ 25 എന്നുള്ളത് 44 എടുത്തത് 50 അല്ല 45% വർധന വന്നു. അത്രയും വലിയ മാർജിനാണ് ഉണ്ടാകുന്നത്. അതായത് അതിനകത്തൊരു ജനാധിപത്യ വിരുദ്ധത എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ ഒരു പ്രാദേശികമായിട്ടല്ലോ നമ്മൾ കേന്ദ്രഭരണത്തെ തിരഞ്ഞെടുക്കുന്നത്, ഓൾ ഇന്ത്യ ലെവലിലാണ്. എന്നിരുന്നാൽ പോലും ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഇത്രയും സംസ്ഥാനങ്ങൾ നേടുന്ന ആൾക്ക്, പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയുമെന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ തന്നെ അങ്ങനെയാണ്. UP പിടിച്ചാൽ ഡൽഹി പിടിക്കും എന്നുള്ളത് അറിയാം. അതെ, ആ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ UP കിട്ടാതെയും ഇത്തവണ ദില്ലി പിടിച്ചു. അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കണക്കനുസരിച്ച് ഇവിടെ എല്ലാം BJPക്ക് നല്ല ആധിപത്യമുള്ള സ്ഥലങ്ങൾ. BJPക്ക് നല്ല ആധിപത്യം. അത് വീണ്ടും വർദ്ധിക്കുമെന്ന് മറ്റുള്ളവർ ആശങ്ക സ്വാഭാവികമാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാരണം BJPയുടെ അജണ്ട അല്ല ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നിയമത്തിലുള്ളതാണ്. ഭരണഘടനാ വ്യവസ്ഥയാണ്. അതനുസരിച്ച് ചെയ്യേണ്ട സമയത്ത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് നടപ്പാക്കുന്നത് BJP സർക്കാർ ആയതുകൊണ്ട് BJPയുടെ അജണ്ട എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ പുതിയ സെൻസസ് എടുക്കരുത്, 71 സെൻസസ് മതി എന്ന് പറയുമ്പോൾ ഇതുപോലെയെങ്കിലും പോയാൽ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള അതും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്ക് അറിയില്ല ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോഗ്രാഫിയിലുണ്ടായ മാറ്റമനുസരിച്ച് പാർലമെൻറ്റ് സീറ്റുകൾ മാറാൻ പോവുകയാണ്. അപ്പോൾ ആശങ്ക സ്വാഭാവികമാണ്. 543 സീറ്റുള്ളതിൽ BJPക്ക് ഒറ്റയ്ക്ക് 240 സീറ്റുണ്ട് അല്ലേ? BJP മുന്നണിക്ക് 300+ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ 753 അല്ലെങ്കിൽ 846 MP മാറിയാൽ അവിടെയും BJPക്ക് നിർണായക സ്വാധീനം കിട്ടിയാൽ ഭരണം BJPക്ക് കിട്ടും. ഈ വാർഡ് മണ്ഡല പുനർനിർണയം കഴിഞ്ഞാൽ ഒരിക്കലും BJPയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ കഴിയില്ല എന്നുള്ള ആശങ്ക സ്വാഭാവികമാണ്. അപ്പോൾ ആനുപാതികമായി മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ BJPക്ക് അനുകൂലമായ MP-മാരുടെ എണ്ണം കൂടും. ഇതാണ് മറ്റുള്ളവരെ സ്വാഭാവികമല്ലേ? സ്വാഭാവികമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇത് കുറയുന്നതിൻ്റെ കണക്ക് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. കേരളത്തിലും ജനസംഖ്യയിൽ വർധനമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും ചിലയിടത്ത് അത് ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്തുമ്പം 10 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം ഈ തരത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 19 സീറ്റേ വരുന്നുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് ആശങ്കയൊന്നും വേണ്ട, നിലവിലുള്ള സീറ്റുകൾ കുറയില്ല എന്നുള്ള ഉറപ്പ് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാജിക്ക് എന്താണെന്ന് അറിയില്ല. ചിലപ്പം അങ്ങനെ ഒരു വ്യവസ്ഥ, ഒരു നിയമത്തിലൊരു ഭേദഗതിയൊക്കെ വരുത്തിയിട്ട് നിലവിലുള്ള MP-മാരുടെ എണ്ണം കുറയാതിരിക്കാനുള്ള ഒരു ഭേദഗതി കൂടെ വരുത്താം. കാരണം കേരളത്തിൽ ഒരു സീറ്റ് കൂടെ കൂടുതൽ കിട്ടിയിട്ട് BJPക്ക് എന്ത് പേടിക്കാനാണ്? നിങ്ങൾ BJPക്ക് എക്കാലത്തും അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണെന്ന് ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു ന്യായം കൂടെ പറയാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയാം, ഇപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ പാർലമെൻറ്റ് സീറ്റുകൾ വർദ്ധിച്ചു വരുമ്പോൾ ഏറ്റവും ഗുണമുണ്ടാകുന്ന ആർക്കാണെന്നറിയാം? BJPക്കാണെന്നല്ല ഞാൻ പറയുന്നത്, വേറൊരു കൂട്ടർക്കാണ്, വനിതകൾക്ക്. വനിതകൾക്ക് 33% സംവരണം അടുത്ത പാർലമെൻറ്റ് മുതൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 33% കിട്ടുമ്പോൾ 181 വനിതാ അംഗങ്ങളുണ്ടാവും ലോക്സഭയിൽ. അതൊരു വലിയ മാറ്റമാണ്, വലിയ വിപ്ലവമാണ്. കാരണം സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അധികാരത്തിലേക്ക് അടുപ്പിക്കാനുള്ള നടപടി BJPയുടെ കാലത്ത് നടപ്പായി എന്നതിൻ്റെ തെളിവായി കൂടി അത് മാറും. ഏതായാലും 2029 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപക്ഷെ മിക്കവാറും നമ്മൾ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് ഈ ഒരു പട്ടികയും വെച്ചായിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്, UPയും ബീഹാറും മധ്യപ്രദേശും മഹാരാഷ്ട്രയും രാജസ്ഥാനും ചേർന്നാൽ ഇതിൻ്റെ പകുതിയിലേറെ സീറ്റുകളായി. അപ്പോൾ പ്രധാനമായും 5 സംസ്ഥാനങ്ങൾ വിചാരിച്ചാൽ അല്ലേ ഫോക്കസ് ചെയ്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യ ഭരിക്കാന്നല്ല പ്രവർത്തിക്കേണ്ടി വരും. ഈ 5 സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ UPയിൽ എന്താ? കോൺഗ്രസിൻ്റെ അവസ്ഥ കണി കാണാനില്ല. ഇതിനകത്ത് ലിസ്റ്റിൽ വരാത്ത ബംഗാൾ ഞാൻ ഒഴിവാക്കിയതാണ്. ബംഗാളും കൂടെ വന്ന ബംഗാളിലും കോൺഗ്രസ് ഇല്ല, ബീഹാറിൽ കോൺഗ്രസ് ഇല്ല, മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇല്ല, വല്ലതും ഉള്ളത് മധ്യപ്രദേശില്ല, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇല്ല, രാജസ്ഥാനിൽ അല്പം സാന്നിധ്യമുണ്ട്. അപ്പം തികച്ചും മധ്യപ്രദേശും ഈ പറയുന്ന രാജസ്ഥാനിലുമാണ് എന്തെങ്കിലും സാധ്യത കോൺഗ്രസിനുള്ളത്. ഗുജറാത്തിനകത്ത് പെടുത്തിയിട്ടില്ല. ഗുജറാത്ത് ഇത്രയും സീറ്റുകളില്ലാത്ത, ഞാൻ ഈ 5 സീറ്റുകൾ എടുത്തിട്ട്
ഒരു ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്ന 5 സീറ്റുകളാണ് എടുത്തത്. ഈ 5 സീറ്റുകൾ എടുക്കുമ്പോൾ ഈ അഞ്ച് സ്റ്റേറ്റുകൾ വിചാരിച്ചാൽ ഇന്ത്യ ഭരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും പാർലമെൻറ്റിൻ്റെ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഒരുപക്ഷേ മണ്ഡല പുനർനിർണയം നടക്കും. കേരളത്തിന് ഒരു സീറ്റ് കുറയാനാണ് സാധ്യത. പക്ഷേ അമിത്ഷായുടെ ഉറപ്പുണ്ട്. ഏതായാലും UP, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ അതാണ് ഇനി ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ പോകുന്നത്. ആ സംസ്ഥാനങ്ങളിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടി BJP ആയതുകൊണ്ട് BJPക്ക് ഇനി അധികാര നഷ്ടം ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. സിനു പറഞ്ഞതുപോലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.